അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവാറെ ഫസലിന്റെ കുടുംബം കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമൊക്കെ തന്നെ പരിശുദ്ധതയുടെ മനോഹരമായ മഹത്വത്തിൻ്റെ പേമാരി വർഷം പരിശുദ്ധ റജബ് മാസത്തിലേക്ക് ചേരാൻ പോവുകയാണ്. അല്ലെങ്കിൽ റജബ് നമ്മിലേക്ക് വന്നണയാൻ പോവുകയാണ്. നമ്മുടെ ചാരത്ത് അയലത്ത് വന്ന് നിൽക്കുകയാണ്. വരുന്ന ശനിയാഴ്ച മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ കയറി വരുന്നത് റജബിൻ്റെ ഫസ്റ്റ് നൈറ്റ്, ആദ്യത്തെ രാത്രിയാണ്. അതായത് ഡിസംബർ 20 മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്നത് പിറ പ്രതീക്ഷിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുന്ന ഈ പരിശുദ്ധമായ, അല്ലെങ്കിൽ പോരിശയുടെ ഏറ്റവും വലിയ നന്മകൾ വർഷിക്കുന്ന ആ പരിശുദ്ധ മാസം, പ്രത്യേകിച്ച് റജബിൻ്റെ ആദ്യ രാവ് വിശ്വാസികളായി നമ്മിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മൾ ചെറിയൊരു മൈൻഡ് കൊടുത്താൽ ആ മാസത്തിൻ്റെ എല്ലാ പോരിശയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇക്കൊല്ലത്തെ റജബ് നഷ്ടമാകരുത് എന്ന് ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കൃത്യമായി മനസ്സിലാക്കണം. റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മുന്നിൽ വലിയ സ്ഥാനം, ബഹുമാനമുള്ള മാസമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പരിശുദ്ധ മാസമാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന മാസമാണ്. കൂടുതൽ റജബ് മാസത്തിൻ്റെ മഹത്വം പോരിശെന്നും പറയേണ്ട, ഈ ഒറ്റ വാക്ക് മതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധമാണെന്ന് പറഞ്ഞു. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ ഹുർമത്തുള്ള, ബഹുമാനമുള്ള, റെസ്പെക്റ്റുള്ള മാസമാണ്. ഈ 4 മാസങ്ങളിൽ അതിൽ മുഹറം പറഞ്ഞിട്ടുണ്ട്, അതിൽ ദുൽഖഅദ് പറഞ്ഞിട്ടുണ്ട്, ദുൽഹിജ്ജ പറഞ്ഞിട്ടുണ്ട്, റജബ് പറഞ്ഞിട്ടുണ്ട്. ഈ 4 മാസങ്ങളിൽ ഖുർആൻ അടയാളപ്പെടുത്തിയ പരിശുദ്ധമായ 4 മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാ? അത് റജബാണ്, മറ്റുള്ള മാസങ്ങളേക്കാൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ പരിശുദ്ധ മാസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ മാസമാണ് റജബ്. വിശ്വാസികൾക്ക് വന്ന് കിട്ടിയാൽ ലാഭം തീർച്ചയായും മറ്റൊന്നുകൊണ്ടും കിട്ടാത്ത ലാഭം ഉണ്ടാവും. മാത്രമല്ല, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നത് ഷഹ്റുല്ലാഹ് എന്നാണ്. റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർക്കാൻ. നമ്മൾ സാധാരണ പറയില്ലേ, സാധാരണ പിന്നെ പരിശുദ്ധമായ കഅബാലയത്തിന് നമ്മൾ പറയുന്നത് എന്താ? ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയും. മസ്ജിദുകൾക്ക് അള്ളാഹിൻ്റെ വീടെന്ന് പറയും. അതിന് വലിയ ബഹുമാനമാണ്. നമ്മുടെ വീട്ടിലുള്ള വീട് പണിതിട്ടുള്ള കല്ലും മണ്ണും സിമെൻ്റൊക്കെ ആയിരിക്കും പള്ളികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ടൈൽസും മാർബിളൊക്കെയാണ് പള്ളിയിലുണ്ടാവുക. പക്ഷേ പോരിശ വ്യത്യാസമുണ്ട്. നമ്മുടെ വീട് പോലെ, വീടിൻ്റെ അകം പോലെ അല്ല നമ്മൾ കാണുന്നത് പള്ളിയെ. എന്തുകൊണ്ടാണ്? അത് പ്രത്യേക ഹുർമത്ത്, ബഹുമാനമാണ്. എന്താ കാരണം? അത് ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീടാണ്, പടച്ചതമ്പുരാൻ്റെ വീടാണ്, മസ്ജിദാണ് എന്ന് പറയും പോലെ അള്ളാഹുവിൻ്റെ നാക്കത്തുല്ലാഹ്, അള്ളാഹിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്തായി പാറയിൽ നിന്നും ഒട്ടകത്തെ കൊടുത്തത്? അത് ഒട്ടകത്തിന് നാക്കത്തുല്ലാ എന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹിൻ്റെ ഒട്ടകം. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ഒട്ടകങ്ങൾ ഈ ലോകത്ത് വന്നുപോയിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിലും സ്വർഗത്തിൽ ഒരേ ഒരു ഒട്ടകം ഉണ്ടാകും. അതായത് നാക്കത്തുല്ലാ, അള്ളാഹിൻ്റെ ഒട്ടകാണ്. അതെന്താ ഈ മഹത്വം കിട്ടാൻ കാരണം? അത് അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പോൾ തീർച്ചയായും ഷഹ്റുല്ലാ, അള്ളാഹിൻ്റെ മാസം എന്ന് പുണ്യ റസൂൽ പറയുന്നത് ഈ മാസത്തിൻ്റെ ആ മഹത്വം, ബഹുമാനം മനസ്സിലാക്കാനാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് എന്ത് ചോദിച്ചാലും ഇജാബത്ത് തരാം എന്ന് ഏറ്റിരിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ ഒരു രാവ് റജബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു വിശ്വാസിയുടെ എന്ത് ദുആയും ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കാം, ഇത്ര സമയത്ത്, നിസ്സാരമായ സെക്കൻഡോ മിനിറ്റേ ഉള്ളൂ, ചില്ലറ നേരേ ഉള്ളൂ, ചോദിച്ചോളാം. അങ്ങനെയല്ല. ഒരു രാവ് മുഴുവൻ, അതായത് മഗ്‌രിബ് വാങ്ക് മുതൽ സുബ്ഹി വാങ്ക് വരെ അത്രയും മണിക്കൂറുകൾ നിലനിൽക്കുന്ന ഒരു രാവ് മുഴുവൻ പ്രിയപ്പെട്ടവരെ ഇജാബത്താണ്.
ഈ ഇജാബത്തിനൊരു പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ എന്തും ചോദിക്കാം, 1000 മാസങ്ങളേക്കാൾ മഹത്വമുണ്ട് അവിടുത്തെ കർമ്മത്തിനെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഫിക്സഡ് അല്ല ഡേറ്റ്. ഇന്ന ദിവസം ഇങ്ങനെയാകാം, 27-ാം രാവ് ആകാം, 5-ാം രാവ് ആകാം, 3-ാം രാവ് ആകാം, അങ്ങനെ ആകാം. ചാൻസുകളാണ്, സാധ്യതകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉറപ്പ് പറയുകയാണ്. വിശ്വാസികൾക്ക് ആ ദിവസം ഉറപ്പാണ് ഇജാബത്ത്. ഏതാ ദിവസം? അവ്വലു ലൈലത്തും മിൻ റജബ്, റജബിൻ്റെ ആദ്യ രാവാണ്. അപ്പോൾ ഇജാബത്ത് ഉറപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീത്തിൽ പറഞ്ഞിരിക്കുന്ന 5 രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവ് തന്നെയാണ് റജബിൻ്റെ ആദ്യ രാവ്. അത് റജബ് മാസത്തിൻ്റെ ഏറ്റവും പോരിശ് കൂട്ടുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു ദിവസത്തെ കർമ്മം ഒരു വിശ്വാസി അമൽ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 ഹജ്ജിൻ്റെ ഉംറയുടെ കൂലി ഒറ്റ ദിവസത്തിൻ്റെ കർമ്മം കൊണ്ടാണ് തരുന്നത്. 30 ദിവസം വേണ്ട, ഒരു മാസം മൊത്തത്തെ കർമ്മമല്ല, ഒറ്റ ദിവസത്തിൻ്റെ കർമ്മം 1000 ഹജ്ജിൻ്റെ ഉംറയുടെ കൂലി നമ്മുടെ നന്മയുടെ കടലാസുകളിൽ എഴുതപ്പെടാൻ പോവുകയാണ് ഈ റജബ് മാസത്തിൽ. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അമലുകൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇത്രയേറെ വലിയ പോരിശയും മഹത്വവും നിലനിൽക്കുന്ന പരിശുദ്ധമായ റജബ് മാസത്തിന് വേണ്ടി വിശ്വാസികളായ നാം ഒക്കെ തന്നെ ഒന്ന് ഒരുങ്ങണം. അതിൻ്റെ ഒരുക്കം എന്താ? ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ മാസത്തെ സ്വീകരിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് വേണം. ഞാൻ പറഞ്ഞില്ലേ, റജബ് മാസത്തെ, ശഅബാൻ മാസത്തെ, റമദാൻ മാസത്തെ 3 പവിത്രമായ മാസങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകൊന്നായിട്ട് നിൽക്കാൻ. ഇതിനെയൊക്കെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആകണം, ഒന്ന് തയ്യാറാകണം. ചുമ്മാ മാസം വന്നങ്ങനെ പോയി, നമ്മൾ ചുമ്മാ മാസത്തിലേക്ക് പോയി അങ്ങനെ പോയി, അതുകൊണ്ട് ഒരിക്കലും ലാഭം ഉണ്ടാവില്ല, ഒന്നും നമുക്ക് കിട്ടില്ല. അതിനു വേണ്ടിയിട്ടേ ഒരുങ്ങണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം 2 മാസം മുമ്പ് തുടങ്ങി. അതെന്ന് മുതലാണ്? റജബിൻ്റെ ആദ്യ രാവ് മുതൽ തുടങ്ങി റമളാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. അതുകൊണ്ട് നിർബന്ധമായും മാനസികമായ ഒരുക്കം, അല്ലാഹുവേ റജബാണല്ലോ വരുന്നത്, ഇനിയുള്ള അങ്ങോട്ടുള്ള സമയങ്ങൾ ഞാനൊന്ന് തയ്യാറാകണം, റജബാകുന്ന അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ വരാൻ വേണ്ടി ഒന്ന് തയ്യാറാകണം. അങ്ങനെ ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമ്മൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ എടുക്കണം. അതിനാദ്യമായി നമ്മുടെ ഇതേവരെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും തൗബ ചെയ്യണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. തൗബ ചെയ്തുകൊണ്ട് നല്ലൊരു മനസ്സോടുകൂടെ തന്നെ റജബ് മാസം കൽബിലേക്ക് വരണം, കലണ്ടറിലല്ല, കൽബിൽ വരണം. അതിനെന്താ? അത് വരാനുള്ള നമ്മുടെ കൽബൊന്ന് പാകപ്പെടണം. നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത്, അള്ളാഹുവേ റജബ് എനിക്ക് ഉപകാരപ്രദമാക്കി യോഗ്യമാക്കി നൽകണമല്ല, അതിൻ്റെ എല്ലാ ബറക്കത്തും എനിക്ക് നൽകണം റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകമായ തയ്യാറെടുപ്പ് വേണം. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ എന്തെല്ലാം തടസ്സമുണ്ടോ ആ തടസ്സങ്ങളൊക്കെ മാറ്റണം. ഹറാമുകളുമായിട്ടുള്ള ബന്ധം, അത് സാമ്പത്തിക ഇടപാടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വഴക്കും പ്രശ്നങ്ങളുമാകാം, പലരുമായിട്ടുള്ള പിണക്കങ്ങൾ, അതൊക്കെ അമലിൻ്റെ കബൂലിയത്തിനെ മർദൂദാക്കും, തള്ളിക്കളയും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയറാക്കുക, അങ്ങനെ തയ്യാറാവുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ രാവിൽ വിശ്വാസികൾ ഒരുങ്ങണമെന്ന് പറഞ്ഞ അതിൽ ചെയ്യാനുള്ള ചൊല്ലാനുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നോമ്പുകാരാവുക എന്ന് പറയുന്ന വലിയ മഹത്വം. റജബ് മൊത്തം നോമ്പ് സുന്നത്തുള്ള മാസമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പ് റെഡിയാക്കി വെക്കുക. ഈ പറയുന്ന തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ റെഡിയായിരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, റജബിൻ്റെ പരിശുദ്ധമായ പോരിശം മുഴുവൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അത് നമ്മൾ സ്വീകരിക്കണം എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റജബിൻ്റെ പിറ കണ്ടാൽ ആദ്യം തന്നെ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളക്കാർക്ക് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ജമാദുൽ ആഖിറിൻ്റെ കലണ്ടർ പ്രകാരമുള്ള നമ്മുടെ ഡേറ്റ് നമ്മൾ പറഞ്ഞത് ഡിസംബർ 20 ശനിയാഴ്ച മഗ്‌രിബ് വാങ്കോടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിറ കണ്ടു എന്ന് പറഞ്ഞാൽ ആ രാവ് ആദ്യ രാവാണ്, ഞായറാഴ്ച പകൽ ആദ്യത്തെ പകലാണ്. ഇപ്പോൾ വിദേശികളെ, നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച പ്രതീക്ഷയാണ്. വെള്ളിയാഴ്ച മഗ്‌രിബ് വാങ്കോടെ അവർ പ്രതീക്ഷിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഒരു അവധി മാത്രമേ ഉള്ളൂ, വ്യാഴം. വെള്ളിയാഴ്ച അവർക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വെള്ളി 2 ദിവസത്തെ അവധിയുള്ളൂ. അതിനു മുമ്പ് തന്നെ നമ്മൾ തയ്യാറാകണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഹുർമത്തുള്ള അല്ലാഹു ബഹുമാനിച്ച, അല്ലാഹു ജീവിതത്തിലും ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വലിയ ആദരവാണ് റജബിൻ്റെ ആദരവ്. റജബ് കിട്ടിയാൽ ലൈഫ് മുഴുവൻ കിട്ടിയതുപോലെയാണ്. റജബ് നഷ്ടമായാൽ ഒരു ലൈഫിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്.
അതുകൊണ്ട് ഒരാൾക്കും നഷ്ടപ്പെടാൻ പാടില്ല. എന്താ റജബിൽ നമ്മൾ ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട അമലുകൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യത്തെ രാവിലടക്കം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പറയാനുണ്ട്. അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടക്കണം. നമ്മുടെ അമൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കർമ്മം കാരണമായി ഒരുപാട് പേർക്ക് നന്മ അറിയാൻ അവസരം ഉണ്ടാകണം. അപ്പോൾ ആ കൂലി കൂടെ കിട്ടും. പ്രത്യേകിച്ച് പോരിശേറിയ മാസത്തിലെ ഒരു നന്മ ഒരാൾ ചെയ്യാൻ നമ്മൾ കാരണമാകുമ്പോൾ നമുക്ക് ദറജ കൂടും, കൂലി കൂടും. അതൊക്കെ പ്രത്യേകിച്ച് ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപൂർണമായ സലാമത്തും വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു നമുക്ക് ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله